ജാതി സംഘർഷത്തെ തുടർന്ന് ഹരിയാനയിൽ 4 അംഗ ദലിത് കുടുംബത്തെ സംഘപരിവാറുകാർ ജീവനോടെ തീകൊളുത്തി. 2 കുഞ്ഞുങ്ങൾ വെന്തുമരിച്ചു. സ്ഥലം സന്ദർശിക്കാനെത്തിയ BJP നേതാക്കളെ നാട്ടുകാർ തടഞ്ഞുവച്ചു. ജാതി വിവേചനത്തിന്റെ പേരിൽ കൊടും ക്രൂരതകളുടെ ജീവിതക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്ത മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറുടെ ഹരിയാനയിലെ സുൻപട്ട്. जेल पे मिलने तक का भी दुश्वार है सर. मुझे मिलने भी नहीं दिया जाता. मेरी चाची मम्मी कोई भी मिल भी नहीं सकते. हम पुलिस में जाते थे तो कहते हैं पैसा भरो. कहाँ से पैसा लाएं, कहाँ से इंसाफ दिलाएं? आदमी हमारे जेल के अंदर है, हम क्या करें? മേൽജാതിക്കാരുടെ അടിച്ചമർത്തലുകൾക്ക് സ്ഥിരം വിധേയരാവുന്ന ദളിത് കുടുംബങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ അനുഭവിച്ചത് 4 മനുഷ്യജീവനുകളെ പച്ചയ്ക്ക് തീകൊളുത്തിയ സംഘപരിവാർ അജണ്ട. ദളിതനായ ജിതേന്ദ്രന്റെ 2 കുഞ്ഞുങ്ങളും വെന്തുമരിച്ചു. ഭാര്യ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങിയ ദളിത് കുടുംബത്തിന്റെ മുറിക്ക് സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാർ പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. 2 കൈപ്പത്തികളും പൂർണ്ണമായി വെന്തുപോയ ജിതേന്ദർ മരിച്ചു ജീവിക്കുന്നു. സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാരാണ് തങ്ങളുടെ മുറിക്ക് തീയിട്ടതെന്ന് അഗ്നിക്കിരയായ ജിതേന്ദർ വെളിപ്പെടുത്തുന്നു. രാജ്പൂത് ജാതി കെ ലോഗ് തേ ഓ. ഇതിനിടയിൽ പ്രഹസനം കാണിച്ച സ്ഥലത്തെത്തിയ BJP നേതാക്കളെ ജനം രോഷാകുലരായി തടഞ്ഞു. जानवर से नीचे हमारी जिंदगी जी रहे हैं. एक पशु के लिए तो एक आदमी को जिंदा जला दिया जाता है, लेकिन हमारे समाज में से लोग जिंदा जला दिए गए. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹരിയാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ തയ്യാറാകാത്ത പോലീസ് തെളിവ് നശിപ്പിക്കുന്നതിലും ഒത്താശ ചെയ്യുകയാണ്. കുട്ടികളുടെ അടക്കം മാംസം വെന്തുകരിഞ്ഞുണങ്ങിയ വസ്ത്രങ്ങളും തെളിവുകളും പോലീസ് പരിശോധിച്ചിട്ടേയില്ല. പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊന്നതിന് വേദങ്ങളുടെ വാക്യങ്ങൾ കൊണ്ട് ന്യായം കണ്ടുപിടിച്ചവർ ഈ നരഹത്യക്ക് ഇനി ഏതു മനുസ്മൃതിയുടെ വാക്കുകൾ കൊണ്ട് ന്യായം കണ്ടുപിടിക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനു ശങ്കരൻ, ദില്ലി. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. അതിക്രമങ്ങളിൽ രാജ്യം അസ്വസ്ഥമാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ കുറ്റസമ്മതം. ശിവസേനയ്ക്കും പരോക്ഷ വിമർശനം. പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമാകണമെന്നും അരുൺ ജെയ്റ്റ്ലി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, കരിമഷി ഒഴിക്കൽ പ്രതിഷേധം, BCCI യോഗത്തിന് നേരെയുള്ള അതിക്രമം, പാക് ഗസൽ ഗായകനെ അധിക്ഷേപിക്കൽ തുടങ്ങി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തണലിലാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കുറ്റസമ്മതം നടത്തിയത്. അതിക്രമങ്ങളിൽ രാജ്യം അസ്വസ്ഥമാണെന്ന് ജെയ്റ്റ്ലി സമ്മതിച്ചു. നശീകരണ സമരങ്ങൾ അംഗീകരിക്കില്ല. ശിവസേനയെ പേരെടുത്തു പറയാതെ ജെയ്റ്റ്ലി വിമർശിച്ചു. പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമാകണം. ചിന്തിക്കാൻ ശേഷിയുള്ളവർ വിധ്വംസ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണം. पिछले कुछ दिनों में कुछ दुर्भाग्यपूर्ण घटनाएं हुई हैं, वो सचमुच में निंदनीय है. ये स्वाभाविक है कि लोकतंत्र में कई लोगों के बीच में विभिन्न विषयों के ऊपर मतभेद हो सकते हैं, लेकिन मतभेद प्रकट करने का एक तरीका होता है जो संयम के साथ, तर्क के साथ अपनी बात कहने का है. किसी प्रकार की वैंडलिज्म से या किसी प्रकार के दबाव से ऐसी घटना करना जो पिछले कुछ दिनों में हमने देखी है, जिसके माध्यम से अपना विरोध प्रकट करना, वो भारत में जो बहस का स्तर है लोकतंत्र का, उसको ऊपर नहीं ले जाता, उसको नीचे ले जाता है और हमारे राजनीतिक क्षेत्र की विश्वसनीयता को भी कम करता है. ബീഹാറിലെ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പുകൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള സീമാഞ്ചൽ മേഖലയിലാണ്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് അരുൺ ജെയ്റ്റ്ലിയുടെ കുറ്റസമ്മതം. അതേസമയം അതിക്രമങ്ങൾക്കെതിരെ എന്ത് നടപടി കൈക്കൊള്ളുമെന്ന് വ്യക്തമാക്കാൻ കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമനായ ജെയ്റ്റ്ലി തയ്യാറായില്ല. ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങളെ ജെയ്റ്റ്ലി തള്ളിപ്പറഞ്ഞില്ല എന്നതും വിമർശനത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ പാക് ക്രിക്കറ്റ് പരമ്പര ഉണ്ടായേക്കില്ലെന്ന് സൂചന. രാജീവ് ശുക്ലയും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ ഷഹരിയാർ ഖാനും തമ്മിൽ അനൗപചാരിക ചർച്ച നടത്തി. ഷഹരിയാർ ഖാനും അരുൺ ജെയ്റ്റ്ലിയുമായി ഇന്നോ നാളെയോ കൂടിക്കാഴ്ച നടത്തും. മുംബൈയിൽ നിശ്ചയിച്ചിരുന്ന ഇന്ത്യ പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷന്മാരുടെ യോഗം ശിവസേന പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്ന് ദില്ലിയിലെത്തിയ പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ ഷഹരിയാർ ഖാൻ BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയുമായി കൂടിക്കാഴ്ച നടത്തി. അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണ് നടന്നതെന്ന് രാജീവ് ശുക്ല പ്രതികരിച്ചു. ഇന്ത്യ പാക് ക്രിക്കറ്റ് പരമ്പര പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും ശുക്ല വ്യക്തമാക്കി. The future developments, and I can only say that process of dialogue should always be on. When you initiate a dialogue, when you talk to them,
that call has to be taken by the BCCI president. ശിവസേന തുടർച്ചയായി നടത്തുന്ന പ്രതിഷേധത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആശങ്ക രേഖപ്പെടുത്തി. സുരക്ഷ മുൻനിർത്തിയാണ് മടക്കം. നേരത്തെ പരമ്പരയിൽ നിന്നും പാകിസ്ഥാൻ അമ്പയർ അലിംദറിനെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പിൻവലിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രശസ്ത പാകിസ്ഥാനി ഗസൽ ഗായകൻ ഗുലാം അലി ദില്ലിയിൽ പാടില്ല. അടുത്ത മാസം 8-ന് ദില്ലിയിൽ നിശ്ചയിച്ചിരുന്ന സംഗീത പരിപാടി റദ്ദാക്കി. ശിവസേന നടത്തുന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ഗുലാം അലി പരിപാടിയിൽ നിന്ന് പിന്മാറിയത്. ഗുലാം അലിയുടെ ഇന്ത്യയിലെ പരിപാടി റദ്ദാക്കിയതിനെതിരെ MP രാജേഷ് MP. ഗുലാം അലി സന്നദ്ധനാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരിപാടി കേരളത്തിൽ നടത്താൻ DYFI മുൻനിരയിലുണ്ടാവുമെന്ന് MP രാജേഷ് പറഞ്ഞു. രാജ്യത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന അസഹിഷ്ണുതയ്ക്കും മതാന്ധതയ്ക്കുമെതിരെ DYFI രാജ്യവ്യാപകമായി സാംസ്കാരിക പ്രതിരോധ പരിപാടി സംഘടിപ്പിക്കുമെന്നും MP രാജേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. രാജ്യത്ത് വളർന്നുവരുന്ന അസ്വസ്ഥതകളിൽ പ്രസംഗമല്ല നടപടിയാണ് വേണ്ടതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രത്തിൽ പാർട്ടി ചിഹ്നം കൂടുതൽ വ്യക്തതയോടെ വേണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതായും യെച്ചൂരി പറഞ്ഞു. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ തുടരന്വേഷണ സാധ്യത ക്രൈംബ്രാഞ്ച് പരിശോധിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഇനിയും ഈ കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ CRPC 173(8) അനുസരിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടെങ്കിൽ മാത്രമേ തുടരന്വേഷണം നടത്താൻ കഴിയൂ. പുനരന്വേഷണം എന്നുള്ളത് CRPC അനുസരിച്ചില്ല. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഓപ്പൺ മൈൻഡാണ്. ഗവൺമെൻറ് ഈ വസ്തുതകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണനോട് ഈ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞു. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം വേണ്ടെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെതിരെ VM സുധീരൻ. പുനരന്വേഷണത്തിലൂടെ മാത്രമേ മരണത്തിന്റെ ദുരൂഹത മാറ്റാൻ കഴിയൂ എന്ന് സുധീരൻ അഭിപ്രായപ്പെട്ടു. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സ്വാമിയുടെ സഹോദരങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതേസമയം ആഭ്യന്തരമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം തുടർ നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 1987 തെരഞ്ഞെടുപ്പിൽ ഈ കേരളം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. അന്ന് നമ്മുടെ കൂടെ അധികം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 87 ആവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. 87-ൽ കോൺഗ്രസ് BJP ലീഗ് സഖ്യമുണ്ടായിട്ടും ഇടതുപക്ഷം മികച്ച വിജയം നേടിയതായി കോടിയേരി പറഞ്ഞു. 1987 തെരഞ്ഞെടുപ്പിൽ ഈ കേരളം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. അന്ന് നമ്മുടെ കൂടെ അധികം പാർട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ജനങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നയത്തെ പിന്താങ്ങി. അതാണ് 87-ൽ ഇടതുപക്ഷം ജയിക്കില്ല എന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ രൂപം കൊണ്ടുവരുന്നത്. RSSും ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളിയും ചേർന്ന് മതേതരത്വം ഇല്ലാതാക്കുന്നുവെന്ന് പിണറായി വിജയൻ. സുധീരനെ അവഹേളിച്ച വെള്ളാപ്പള്ളിക്കെതിരെ ഉമ്മൻചാണ്ടി പ്രമേയം അവതരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും പിണറായി ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശന് സംവരണത്തിന് അർഹതയില്ല, കാരണം അദ്ദേഹം ക്രിമിലെയറിൽപ്പെട്ടതാണ്. പക്ഷെ അതല്ലാലോ SNDPയിൽ അണിനിരന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, അവർക്കെല്ലാം സംവരണ ആനുകൂല്യം വേണമല്ലോ. അവരെ RSS ക്യാമ്പിലേക്ക്, അതായത് സംവരണം വേണ്ട എന്ന് പറയുന്ന ക്യാമ്പിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ തന്നെ വിചാരിച്ചാൽ എത്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് SNDPയുടെ ശാഖകളും യൂണിയനുകളും ഒക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങിയല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം ഉണ്ടാവും, അത് വെച്ച് നിങ്ങൾ കാര്യങ്ങൾ നോക്ക്. സാമ്പത്തിക താല്പര്യമോ സ്ഥാനാലബ്ധിയോ എന്താന്ന് വെച്ചാൽ അത് നോക്ക്. ഞങ്ങൾ ഇതേ നില തന്നെ എടുത്തോളാം, കാരണം ഞങ്ങൾക്ക് സംവരണം ഉപേക്ഷിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗ് അതിതീവ്ര വർഗീയ പാർട്ടിയല്ലെന്ന് MA ബേബി. സംഘപരിവാർ ജമാഅത്ത് സംഘടനകളെയാണ് ഭയക്കേണ്ടത്. ലീഗ് മതേതര പാർട്ടിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും MA ബേബി വ്യക്തമാക്കി. ഇപ്പറഞ്ഞ
കൂട്ടരെ പോലെയുള്ള തീവ്ര ഭീകരവർഗീയത ലീഗിനുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അതിൻ്റെ അർത്ഥം ലീഗ് വർഗീയത തീരെ ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ആണ് എന്നല്ല. വർഗീയതയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലീഗ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതിനെ വേർതിരിച്ച് കാണാൻ കഴിയും. സംഘപരിവാർ, SDPI, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്ര വർഗീയ ശക്തികളാണ് വർഗീയതയുടെ ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പരിഗണനയിൽ വരേണ്ടതും നമ്മുടെ ശക്തമായ വിമർശനത്തിനും എതിർപ്പിനും വിധേയമാവേണ്ടത്.